ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് സ്കൂൾ ക്രാഫ്റ്റ്സ് ആയിട്ടാണ്. അധികം ഇൻട്രോ എന്തെന്നാൽ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നത്, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പോക്കറ്റ് ടൈം ടേബിൾ ആണ്. ഓരോ പീരീഡ് കഴിയുമ്പോഴും ബാഗ് തുറന്ന് ഡയറി എടുത്ത് ഡയറി തുറന്ന് നോക്കി ടൈം ടേബിൾ നോക്കണം കുറച്ച് മെനക്കേടല്ലേ. അതേസമയം നമ്മൾ ഇതേപോലെ ഒരു പോക്കറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ബാഗിൻ്റെ ഒരു സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാം. പിന്നെ പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോയിക്കുമ്പോഴത്തേക്കും മഴക്കാലം കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് നശിഞ്ഞു. അങ്ങനെ നശിയാതിരിക്കാനായിട്ട് ഇതൊന്ന് സെലോ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സെറ്റാണ്. ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടല്ല, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണാനും ഫുള്ള് കണ്ടുകഴിയുമ്പോഴത്തേക്കും ഇതിൽ കാണുന്ന സാധനങ്ങൾ ഉണ്ടാക്കി നോക്കാനും, ഉണ്ടാക്കി നോക്കിയാൽ എനിക്കതൊന്ന് ഇൻസ്റ്റയിൽ അയച്ചു തരാനും മറക്കണം. പോക്കറ്റ് ടൈം ടേബിളിൻ്റെ പുറത്തത്തെ ആ കാർബോണിൻ്റെ ഭാഗം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനേൽ ചെറിയൊരു പേപ്പർ വേണം എടുക്കാൻ. ആ കാർബോണിൻ്റെ സൈസിനേലും ചെറിയ സൈസിലൊരു പേപ്പർ എടുത്താലാണ് ഒട്ടിച്ചെയ്യാൻ ഭംഗിയായിട്ട് തോന്നുക. അതിൻ്റെ സെയിം സൈസിലെടുത്ത് കഴിഞ്ഞാൽ അത്രക്കങ്ങ് ഭംഗിയാന്ന് തോന്നൂലെന്നാണ് എനിക്ക് തോന്നണത്. ഇനി എങ്ങനെ ഭംഗി ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പറയാൻ മറക്കണ്ട. ഇപ്പം ഇതിൽ ഞാൻ ടൈം ടേബിൾ ഒന്നും എഴുതിയിട്ടില്ല. ടൈം ടേബിൾ കിട്ടി കഴിയുമ്പോഴത്തേക്കും ടൈം ടേബിളിനകത്തേക്ക് എഴുതാനും മറക്കണ്ട. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ക്രാഫ്റ്റ് വെച്ച് നോക്കുമ്പോഴും ഈ ഒരു സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത് ക്രാഫ്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്നും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കണ്ട കേട്ടോ. ഞാൻ ഈ വീഡിയോ ശരിക്കും സ്കൂൾ തുറക്കുന്നതിന് മുന്നേ, അതായത് മെയ് അവസാനത്തെ ആഴ്ചയിൽ ഇടണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ എൻ്റെ മടി കാരണം വീഡിയോ എടുത്തു വന്നപ്പോൾ തന്നെ മെയ് 31 പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മെയ് 31 രാത്രിയായി. അതുകൊണ്ടിട്ട് എനിക്കത് ജൂൺ 1 ഇടാൻ പറ്റുള്ളൂ. അടുത്തത് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഉണ്ടാക്കാം. ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ പണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ പാട്ടൊന്ന് സ്കിപ്പ് ചെയ്ത് കളയാം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ആകപ്പാട് ഒരൊറ്റ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മതി നമുക്ക്. അതെടുക്കുക. ഒന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ടില്ല. കറക്റ്റ് ഈ കാണിക്കണ പോലെ അങ്ങോട്ട് മടക്കുക. പിന്നെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ വേണം. സാധാ മറ്റേ ഫെവിക്കോളൊന്നും പറ്റില്ല, നല്ല സ്ട്രോങ് ഗ്ലൂ വേണം. ഒന്നല്ലേ ഗ്ലൂ ഗൺ, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യണം ഈ ഒരു B7000 എന്ന് പറഞ്ഞൊരു ഗ്ലൂ ആണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കണത്. ഈ ഗ്ലൂ വാങ്ങിച്ചിട്ട് തന്നെ കുറേ നാളായി. അതുകൊണ്ട് ഇതിനെ നെക്കി ആത്മാവ് പുറത്തെടുത്തിട്ടാണ് ഇപ്പം ഞാൻ ഒട്ടിച്ചത്. ഇനി രണ്ട് സൈഡിലും ഗ്ലൂ കാണുന്ന പാട്ട് നമുക്ക് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വാഷി ടേപ്പ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു വാഷി ടേപ്പാണ് യൂസ് ചെയ്യണത്. ഇനി വാഷി ടേപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വാഷി ടേപ്പൊക്കെ നമുക്ക് DIY ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ DIY ചെയ്ത് ഒട്ടിച്ചാലും മതി. പൗച്ചിന്റെ ഈ ഒരു ഭാഗത്തും പിന്നെ ഈ ഒരു ഭാഗത്തും കൂടി ഞാൻ വാഷി ടേപ്പ് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് അടയണ്ടേ? അടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യണത്. ഡബിൾ സൈഡ് ടേപ്പ് മേളിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് നല്ല സൂപ്പറായിട്ട് ഒട്ടിയിരുന്നു. വെൽക്രോം ഉണ്ടെങ്കിൽ വെൽക്രോം ഒട്ടിച്ചാലും മതി. പിന്നെ നമ്മൾ മേളിൽ വാഷി ടേപ്പ് ഇതേപോലെ ഒട്ടിച്ചേക്കുന്നുണ്ടിട്ട് ആ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചേക്കുന്ന ഭാഗം കാണുമില്ല. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാം. സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരൊറ്റ A4 സൈസ് പേപ്പറായിട്ട് എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ഒക്കെ എടുത്തിട്ടുണ്ടാക്കാം. എന്നിട്ട് ഈ കണ്ണുപോലെയൊക്കെ മടക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്കൊരു സ്റ്റിക്കി നോട്ടിൻ്റെ സൈസിലെ പേപ്പർ കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. സ്റ്റിക്കി നോട്ടിന് എനിക്ക് ശരിക്കും കുറച്ചൊരു ജാപ്പനീസ് സ്റ്റേഷനറി വൈബ് വേണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടിട്ട് ഞാൻ Pinterest കയറിയിട്ട് കുറച്ച് മിനിമലായിട്ടുള്ളൊരു ജാപ്പനീസ് സ്റ്റേഷനറി വൈബ് പിടിച്ചൊരു ടെംപ്ലേറ്റ് ഒക്കെ തപ്പിയെടുത്തപ്പോഴത്തേക്കും ഈ ഒരു ടെംപ്ലേറ്റാണ് എനിക്ക് കിട്ടിയത്. സംഭവം ആ ടെംപ്ലേറ്റ് Pinterest കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് അതിനൊരു ബ്ലൂ കളറിലെ കവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതുപോലെ ബ്ലൂ കളറിലെ കവറൊക്കെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ആ കവർ ഉണ്ടാക്കണ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. പക്ഷെ എന്തായാലും സാധനം അടിപൊളിയായിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ ജെൽ പെന്നൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ ഞാൻ ആ ഗ്രിഡ് ഇട്ട് കൊടുത്തേക്കുന്നത് ക്രയോൺസ് വെച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് അടിയിലൊരു ബ്ലൂ ജെൽ പെൻ വെച്ചിട്ട് ഗുഡ് ഡേ എന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ട ആ ടെംപ്ലേറ്റിൽ അങ്ങനെ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടി. പിന്നെ ഈ മേൽഭാഗത്ത് ഗമ്മിടുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഗം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പം അതും കൂടി ഒന്ന് കറക്റ്റായിട്ട് ഗമ്മിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇരുന്നോളും. പിന്നെ അതങ്ങനെ പറഞ്ഞൊന്നും പോകില്ല. ഇനി നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് പേഴ്സ് ഉണ്ടാക്കാം. നേരത്തെ ഉണ്ടാക്കിയ ട്രാൻസ്പെറൻറ്റ് പൗച്ചില്ലേ, സെയിം അതേ പ്രോസസ്സൊക്കെ തന്നെയാണ്. പക്ഷേ യൂസ് വേറെ ഉണ്ടാ. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ട്രാൻസ്പെറൻറ്റ് പൗച്ചായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതായത് ഈ പെൻസിലും സ്കെച്ചും സ്കെയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ പേഴ്സായിട്ടാണ് യൂസ് ചെയ്യണത്. അതായത് നമുക്ക് ബസ്സിലൊക്കെ പോകുമ്പോൾ പൈസ ഇടാനും പിന്നെ കൺസെഷൻ കാർഡ് വെക്കാനൊക്കെ. മഴക്കാലം വേണ്ടിയിട്ട് നമ്മൾ നോർമൽ പേഴ്സിലൊക്കെ പൈസയും കൺസെഷൻ കാർഡൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞാൽ മഴ കൊണ്ടതൊക്കെ നനയും. പക്ഷേ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ടിട്ടുള്ള പൗച്ചിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നനയില്ല. പിന്നെ ഈ വീഡിയോ ആണ് 75% ആൾക്കാരും സ്കൂൾ തുറക്കണ പ്രമാണിച്ചിട്ട് പുതിയ ബാഗ് പൗച്ചൊക്കെ മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലെ ഒരു പേഴ്സ് മേടിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. സ്കൂള് തുറന്ന് 2-3 ആഴ്ചത്തേക്ക് നമുക്ക് ഭയങ്കര ഉഷാറായിരിക്കും. ശനിയാഴ്ച ഞായറാഴ്ചയും ആ ഒരാഴ്ചയിലെടുത്ത മൊത്തം സാധനങ്ങളിരുന്ന് പഠിക്കണം, റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഹോംവർക്ക് ചെയ്യണം, അസൈൻമെന്റ് ചെയ്യണം, ഇങ്ങനെ കുറേ പ്ലാനിങ് ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് മറക്കുകയും ചെയ്യും. ആ ഒരു ഉഷാറങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ ആ ഒരു ഉഷാറ് പോവാതിരിക്കാനും പിന്നെ ഒരാഴ്ചയിലെ മൊത്തവും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ 2-3 ആഴ്ചയൊക്കെ നമ്മൾ ആ ഒരു ഉഷാറിൽ ഓർത്തിരിക്കുമെങ്കിലും 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ആ ഉഷാറങ്ങ് പോകുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ മറന്നു. അങ്ങനെ ടൈമിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ടു ഡു ലിസ്റ്റ്.
ഈ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഡെയിലി ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ശനിയാഴ്ച ചെയ്യുമ്പോഴത്തേക്കും നോക്കി കറക്റ്റായിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ടിക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും മറക്കുകയുമില്ല, കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും. ഇവിടെ ഞാനിപ്പോൾ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് അതിനെ 4 ആക്കി മടക്കിയിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റീയൂസബിൾ ആയിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. അതുണ്ടാക്കാനും വലിയ പാടൊന്നുമില്ല. ഇതേപോലെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിൽ നിറയെ സെലോ ടേപ്പ് അങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പം നമുക്കതിങ്ങനെ മായ്ച്ച് ഉപയോഗിക്കാം. റീയൂസബിൾ ടു ഡു ലിസ്റ്റാണ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ മേളിൽ ജെൽ പെൻ വെച്ചിട്ടും സ്കെച്ച് പെൻ വെച്ച് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നോർമൽ ബോൾ പെൻ വെച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മായ്ച്ചെടുക്കാൻ പറ്റില്ല. സ്റ്റിക്കി നോട്ട് എങ്ങനെയാണ് ഒട്ടിച്ചത് സെയിം അതേപോലെ തന്നെ ആട്ടോ നമ്മൾ ടു ഡു ലിസ്റ്റ് ഒട്ടിച്ചേക്കണത്. ഇനി നമുക്ക് സ്കൂൾ സപ്ലൈസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാം. അതാണ് ടൈം ടേബിൾ. സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഓൾറെഡി നമ്മളൊരു പോക്കറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കി. ഇനി നമുക്ക് വീട്ടിൽ വെക്കാനായിട്ടൊരു ടൈം ടേബിൾ വേണ്ടേ? അതായത് പഠിക്കുന്ന സമയത്ത് ആ ഒരു വോളിൽ ഒട്ടിക്കാനോ അല്ലെങ്കിൽ ടേബിളിൽ വെക്കാനോ ഒക്കെ ആയിട്ട് ഒരു ടൈം ടേബിൾ വേണ്ടേ? ആ ഒരു ടൈം ടേബിളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നോർമലി ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം കാണിക്കാറുണ്ടല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിചാരിക്കായിരുന്നു എന്തേ ഞാൻ ഇതുവരെ മണ്ടത്തരങ്ങളൊന്നും കാണിച്ചില്ല എന്ന്. കറക്റ്റ് ഞാൻ അങ്ങനെ ചിന്തിച്ചതും ആ ട്യൂസ്ഡേ വെനസ്ഡേ ചെയ്തത് ഞാൻ തെറ്റിച്ച്. ട്യൂസ്ഡേ എഴുതിയപ്പോഴത്തേക്കും സ്പേസ് തികയാണ്ട് ഞാൻ താഴത്തേക്ക് എടുത്ത് എഴുതി. എന്നാൽ വെനസ്ഡേ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചൊന്ന് നോക്കിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് എഴുതാൻ പാടില്ലായിരുന്നു. അത് ഞാൻ ചെയ്യാണ്ട് വീണ്ടും ഞാൻ അത് താഴത്തേക്ക് ഇറക്കി എഴുതേണ്ടി വന്നു. പക്ഷേ ദൂരെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തോണ്ടിട്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും നേരം നമ്മൾ ചെയ്ത എല്ലാ ക്രാഫ്റ്റും ഒരു മിനിമൽ തീമിലായണ്ടിട്ട് ടൈം ടേബിൾ ഞാൻ കുറച്ച് മിനിമലാക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു സംഭവം ചെയ്തത്. പക്ഷേ സിമ്പിളായിട്ട് ചെയ്തപ്പോൾ ഭയങ്കര സിമ്പിളായി പോയി കണ്ടിട്ട് ഞാൻ കുറച്ച് പടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വരച്ചു കൊടുത്ത് കുറച്ചുകൂടി അടിപൊളിയാക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിലും ഞാൻ ടൈം ടേബിളൊന്നും എഴുതിയിട്ടില്ല. എല്ലാവർക്കും ടൈം ടേബിളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നാളെ നിങ്ങൾ സമാധാനത്തോടെ ഉണ്ടാക്കിയിട്ട് ടൈം ടേബിളൊക്കെ എഴുതണോട്ടോ. പിന്നെ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാണ്, ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന ക്രാഫ്റ്റൊക്കെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റയിൽ അതിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ മറക്കരുത്. നാളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ടൈം ടേബിൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ചയിൽ എത്ര PT പീരീഡ് ഉണ്ടെന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ കമൻറ്റ് സെക്ഷനിലൂടെ നമുക്ക് ആർക്കാണ് ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ PT പീരീഡ് ഉള്ളതെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ടൈം ടേബിൾ ഇട്ട് കഴിയുമ്പോൾ PT പീരീഡ് എത്ര ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് ക്രാഫ്റ്റിലേക്ക് വരാം. അതാണ് ബുക്ക് മാർക്ക്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മിനി ടൈം ടേബിളും പേഴ്സും പൗച്ചും എല്ലാം ഉണ്ടാക്കി. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ബുക്കിലെ പേജ് മറന്നു പോയാലോ പേജ് ഓർത്ത് വെക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ബുക്ക് മാർക്ക് ഉണ്ടാക്കിയില്ല. പുതിയ ക്ലാസ്സിലേക്ക് ചെന്നുകൊണ്ട് തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള എല്ലാ പേജും എല്ലാം ഒന്ന് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റില്ല. കുറച്ചൊരു 2 എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളാണല്ലോ നമുക്കൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നാൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ബുക്ക് മാർക്ക്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ല ഈ സ്റ്റോറി ബുക്ക് വായിക്കുന്ന പിള്ളേരുടെ കയ്യിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാധനമായിരുന്നു ബുക്ക് മാർക്ക്. അന്നൊക്കെ ഞാൻ ഓർത്തത് സ്റ്റോറി ബുക്ക് വായിക്കുന്നവർക്ക് മാത്രം ആവശ്യമുള്ളൊരു സാധനമാണെന്നാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന്. അപ്പം ഇന്നോട്ട് എല്ലാവരും ഡെയിലി പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അധികം ഉഴപ്പാതെ നന്നായി പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.